സ്വർഗസ്ഥ പിതാവിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹോന്തനി ഹോളി ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുന്ന ക്യാപ്സ്യൂൾ നമ്പർ 3. ചതിക്കപ്പെട്ട ജനമേ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മടങ്ങി വരാം. ചതിക്കപ്പെട്ട ജനമേ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മടങ്ങി വരാം. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് ഈ ലോകം കണ്ടിട്ടില്ല ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ടെസ്റ്റുകളും സംഭവിക്കും. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി ഒരിക്കൽ ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടം ആ നാളിൽ ഉണ്ടാകും. എന്നാൽ ആ നാൾ ചുരുക്കിയിട്ടിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം, വിളിക്കപ്പെട്ടവർ, വൃതന്മാർ നിമിത്തം ചുരുക്കിയിട്ടിരിക്കുന്നു. അല്ല എങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടത്തില്ല. ഇതാണ് അതിന്റെ കാരണം, ചുരുക്കിയിട്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ കാലം നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു. പക്ഷേ സഭയാണ് ഇത് ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ദൈവവചനം ഇത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ സഭ എറർ സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ട്, എറർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആത്മാവ് യേശു എന്ന പേരിൽ റോൾഡ് ഗോൾഡ് മാല പോലെ, പുറമേ ഗോൾഡ് അകമേ ഗോൾഡ് അല്ല. പുറമേ യേശുവിന്റെ പേര്, അകമേ സാത്താൻ. അങ്ങനെ വഞ്ചനയുടെ ആത്മാവ്. ഇതുമാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അത് ഞാൻ പ്രസംഗിച്ച ക്രിസ്തു അല്ല, അത് മറ്റൊരു ക്രിസ്തുവാ, മറ്റൊരു യേശുവാ. ഇത് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അനേക കള്ള ക്രിസ്തുക്കൾ വരും, നിങ്ങളെ ചതിക്കാം. കള്ള പ്രവാചകന്മാരായിരിക്കും അവരെ അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലോകത്ത് ഈ അന്ത്യകാലത്ത് ജനം ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കുന്ന ആ കാലത്ത് ആദ്യം ആ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തെല്ലാവരോടും അറിയിക്കും. അതാണ് സിലബസ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് കൊടുക്കുന്നത് പോലെ എല്ലാവരും അറിയിക്കും. അത് കഴിഞ്ഞാൽ, സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനില്ലേ? സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ബാബു ബ്രദറെ? പഠിത്തം സിലബസ് കൊടുത്തു കഴിയുമ്പോൾ പഠിത്തം തുടങ്ങുകയല്ല. സിലബസ് കൊടുത്തു കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പഠിത്തം തീർന്നു. പിന്നെ എന്നാ വരും? ഇങ്ങോട്ട് പോരാം സഹോദരിമാരുടെ ഭാഗത്ത്. സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാ വരും? പരീക്ഷ വരും. ചിലർക്കെങ്കിലും വിവരമുണ്ട്, ദൈവത്തിന് സ്തോത്രം. സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ വരും. ദൈവരാജ്യ സുവിശേഷം, ദൈവം മനുഷ്യൻ ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ് സിലബസ്. അത് മനുഷ്യനെ അറിയിക്കും. എന്നിട്ട് നീ അത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷ വരും. ഹല്ലേലൂയ. ആ പരീക്ഷയിൽ ജയിച്ചാൽ ജയിക്കുന്നവൻ ക്രിസ്തുവോട് ചേർന്ന ഭരണത്തിൽ പ്രവേശിക്കും. ഉൽപ്പത്തി 1:26 ഭരണത്തിലേക്ക്, ന്യായ വിധി അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സീറ്റുകളിലേക്ക് അവർ കടക്കും. ഭരണത്തിലേക്ക് അവർ കടക്കും. അപ്പൊ ആ 2 വചനങ്ങളും വായിക്കാൻ പോവുകയാണ്. അപ്പൊ അതുമായുള്ള ബന്ധത്തില് 2 Thessalonians 2:3 വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ വചനം പറയാണ്, ആരും നിങ്ങളെ ചതിക്കരുത്. വായിച്ചേ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ശ്രദ്ധിക്കുക, വിശുദ്ധ ബൈബിളിലെ വചനം, മാറാത്ത വചനം പറയുകയാണ്, ഇവിടെ ചതിയുണ്ട്, ആരും നിങ്ങളെ ചതിക്കരുത്. ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞോണ്ടാ ചതിക്കാൻ പോണേ. ക്രിസ്തു വന്ന് ഇപ്പൊ നിങ്ങളെ ചേർക്കും എന്ന് പറഞ്ഞ ചതിക്കാൻ പോണേ. ഹല്ലേലൂയ. തീർച്ചയായും ക്രിസ്തു വന്ന് ചേർക്കും. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് ദൈവമക്കളെല്ലാവരും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തു വന്ന് ചേർക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കണം. എന്നിട്ടേ ക്രിസ്തു വരൂ. ക്രിസ്തു വരൂ. എന്നാൽ ഇന്ന് മേജർ സഭകളും പഠിപ്പിക്കുന്നത് ഈ വചനത്തിന് വിപരീതമാണ്. വചനത്തിന് വിപരീതമാ. ഇത് അനേക ദൈവമക്കൾക്ക് അറിയാം. അറിയാൻ പാടില്ലാത്തവർ ഇത് തിരിച്ചറിയുക. അവിടെ പറയാണ്, ആരും ഏതു നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും
അതായത് വിശ്വാസത്തിലുള്ളവൻ വിശ്വാസം താഴെ വീഴും. അതുകൊണ്ട് അതിശയിക്കരുത്. ഇന്ന് കൂടെ നിൽക്കുന്നവർ, ഇന്ന് കൂടെ നിന്ന് ഒരുമിച്ച് സ്തുതിക്കുന്നവർ, ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യുന്നവർ ഒരുപക്ഷെ നാളെ കാണണമെന്നില്ല. പലരും വിശ്വാസത്തിൽ നിന്ന് പോകും. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. അവർ സ്വയത്തിൽ ആശ്രയിച്ചോടും. രക്തബന്ധങ്ങൾ കൊണ്ട് ആത്മബന്ധം അവർ വിട്ടുകളയും. വിശ്വാസത്യാഗത്തിൽ വീഴും. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് കാണാനില്ല. ഒരുമിച്ച് ശുശ്രൂഷ അനുഭവിച്ചവർ കാണാനില്ല. ഈ കൈ കൊണ്ട് ഓടുകയും ചെയ്തവരെ കാണാനില്ല. ഈ കൈ കൊണ്ട് സ്നാനപ്പെടുത്തിയവരെ കാണാനില്ല. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കും. ഇതിൽ അതിശയപ്പെടേണ്ട. ഇത് സംഭവിച്ചേ മതിയാകൂ. കാരണം ദൈവത്തിന്റെ ടെസ്റ്റിന്റെ ആ കാഠിന്യം കയറി വരും. തുടർന്ന് പറയുന്നു, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായി വെളിപ്പെടണം. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടണം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ക്രിസ്തു വരൂ എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ അതിനെതിരെ ചങ്കൂറ്റത്തോടെ വിളിച്ച് നുണ പറയുന്ന വ്യക്തികൾ തിരിച്ചറിയ, മക്കളെ ചതിക്കപ്പെടരുത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തിരികെ വരാം. അല്ല എങ്കിൽ ഇതിലൂടെ കടന്നു പോയി വീഴുമ്പോൾ തിരിച്ചറിയുക. കാരണവന്മാർ ഇങ്ങനെ പറയുന്നു, കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അല്പബുദ്ധി നേരെ പോയി അപകടത്തിൽ പോയി വീഴുന്നു, എന്നാൽ ജ്ഞാനിയോ അപകടം കണ്ട് അത് തിരിച്ചറിഞ്ഞ് പിന്മാറുന്നു. ഹല്ലേലൂയ. ദൈവം ഈ അനൗൺസ്മെന്റ് പറയുകയാണ് തന്റെ ആത്മാവിലൂടെ. എന്തിനെ കുറിച്ച് പറഞ്ഞെന്നറിയാമോ? അതിന്റെ തൊട്ടുമോളിൽ പറയുന്നു, 1-ാം വാക്യം മുതൽ വായിക്കുമ്പോ, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും യേശു പ്രത്യക്ഷനാകാൻ പോകുന്നു. അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്, ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ എടുക്കപ്പെടാൻ പോകുന്നു. സത്യമാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി കാത്തിരിക്കണം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? വലിയ ചതിയിൽ വീഴുകയാണ് ജനം. അത് നടക്കുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു വന്ന് നമ്മളെ ചേർക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കണം. ഇതാ ഞങ്ങൾ നിങ്ങളോട് പറയുന്നേ. അപ്പോ അതിന്റെ ഇടയില് ഇതാ എന്നോട് ആത്മാവ് പറഞ്ഞു, ഇതാ ആരോ ഒരു ലേഖനം എഴുതി എന്നൊക്കെ പറഞ്ഞ് പലരും വിശ്വസിക്കേണ്ടെന്ന് താഴേക്ക്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. എന്നിട്ട് പറയാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അത് അങ്ങനെ പറഞ്ഞ ഒരു ജാതിയാണ്. അങ്ങനെയൊന്നും വന്ന് കൊണ്ടുപോകാനിരിക്കുകയല്ല കർത്താവ്. കാരണം കർത്താവ് നമ്മളെ ടെസ്റ്റ് അടിക്കുക. ടെസ്റ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? കാരണം ഭാവിയിലെ ഭരണാർത്ഥാക്കന്മാരായി ഇരിക്കണേ. നല്ലൊരു പങ്കും കുറെ പേര് അതിലെത്തും, കുറെ പേര് എത്തത്തില്ല, കുറച്ച് അറിവോട് താഴെ പോകും, വേറെ കുറെ പേര് സാധാ ജനമായിട്ടും പോകും. ഹല്ലേലൂയ. അപ്പൊ ടെസ്റ്റ് അടിക്കുക ഇവിടെ. എന്നിട്ട് താഴെ പറയണം, ആര് ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ എന്തിന്റെ ആദ്യമേ? എന്തിന്റെ ആദ്യമേ? എന്തിന്റെ ആദ്യമേ? അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു വന്ന് തന്റെ മക്കളെ ചേർക്കുന്നതിന്റെ ആദ്യമേ. മനസ്സിലായോ? ആദ്യമേ. ഇതിന് നമുക്ക് ഈ ഗ്രീക്കും ഹെബ്രായ ഭാഷ ഒന്നും വേണ്ട. ഒരു സാധാരണ കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും ഇതൊക്കെ. യേശു ക്രിസ്തു വന്ന് സഭയെ ചേർക്കുന്നതിന് മുമ്പെന്ന് 2 കാര്യങ്ങൾ സംഭവിക്കണം. എന്തൊക്കെയാണ്? വിശ്വാസത്യാഗം സംഭവിക്കുകയും, വിശ്വാസമുള്ളവൻ താഴെ പോകും. വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശയോഗ്യനും അധർമ്മമൂർത്തി, അതായത് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വെളിപ്പെടണം. ഇനി എതിർ ക്രിസ്തു വെളിപ്പെട്ടാൽ അവനൊരു നിയമം പാസ്സാക്കും. ആ നിയമം ആണ് ഈ സത്യത്തിലുള്ള ദൈവജനത്തെ ഈ ലോകത്തിന്റെ എക്കോണമിയിൽ നിന്ന് അവൻ പുറത്താക്കും. സാമ്പത്തിക മണ്ഡലത്തിൽ നിന്ന് അവ പുറത്താക്കും. എങ്ങനെയാണെന്നറിയാമോ? ഒരു നിയമം കൊണ്ടുവരും. അതിൻ്റെ ചെറു രൂപമാണ് ഇപ്പോഴത്തെ QR കോഡ്. കടകളിലൊക്കെ സ്കാൻ ചെയ്ത് പൈസ കൊടുക്കുന്നില്ലേ? ഒരു നിയമം കൊണ്ടുവരും. അത് ഇതാണ്, നെറ്റിമേലോ കൈമേലോ
ഈ ആന്റിക്രൈസ്റ്റിന്റെ ഈ ഗവൺമെന്റ് മുദ്രയില്ല എങ്കിൽ വിൽക്കാനും പറ്റൂല, വാങ്ങാനും പറ്റൂല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ടെസ്റ്റ് അടിക്കുകയാണ് ഇതിലൂടെ. നമ്മളോട് പറയുന്നു, നീ ഈ മുദ്ര എടുക്കാൻ പാടില്ല. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നു, ഈ മുദ്ര എടുക്കരുത്, എടുത്താൽ നീ തീപ്പൊയ്കയിലേക്ക് പോകും. ആന്റിക്രൈസ്റ്റ് ഗവൺമെന്റ് പറയുന്നു, ഈ മുദ്ര എടുത്തില്ലെങ്കിൽ നിനക്ക് വിൽക്കാനും പറ്റൂല, വാങ്ങാനും പറ്റൂല. ജോലി ചെയ്ത് ശമ്പളം മേടിക്കണമെങ്കിൽ QR കോഡ് വേണം, അല്ലെങ്കിൽ ഈ മുദ്ര വേണം. ഹല്ലേലൂയ. വീട്ടിൽ ഗ്യാസ് മേടിക്കണമെങ്കിൽ മുദ്ര വേണം. ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് വെള്ളം മേടിക്കണമെങ്കിൽ മുദ്ര വേണം. ഇലക്ട്രിസിറ്റി പൈസ അടക്കണമെങ്കിൽ മുദ്ര വേണം. അരി മേടിക്കണമെങ്കിൽ മുദ്ര വേണം. മാർക്കറ്റിൽ പോയി പച്ചക്കറി ഇറച്ചി മേടിക്കണമെങ്കിൽ മുദ്ര വേണം. വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ മുദ്ര വേണം. നീ ബിസിനസ് നടത്തുന്ന നിനക്ക് റോ മെറ്റീരിയൽ മേടിക്കണമെങ്കിൽ മുദ്ര വേണം. ശമ്പളം കൊടുക്കണമെങ്കിൽ മുദ്ര വേണം. ശമ്പളം എടുക്കണമെങ്കിൽ മുദ്ര വേണം. പെട്ടില്ലേ? ഭയങ്കര ടെസ്റ്റാ, ഏറ്റവും ഹൈ ലെവൽ ടെസ്റ്റാ. അതുകൊണ്ടാ ക്യാഷ്ലെസ്സിലേക്ക് ഇപ്പോൾ ഈ സൊസൈറ്റി കയറിപ്പോയേ. ക്യാഷ് ഇപ്പോൾ ഇല്ലാതെയായി എല്ലാവർക്കും ഇപ്പോ QR കോഡിലൂടെ ട്രാൻസാക്ഷൻ മതി. അതിന് നമ്മൾ ചില്ലറയും കൊടുക്കേണ്ട സൗകര്യം. എല്ലാവർക്കും അത് മതി. ഒരു ചായ കുടിച്ചാൽ പോലും 10 രൂപ അതിലാ കൊടുക്കുക. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതിലേക്ക് ഈ ലോകം കയറി വരികയാ, ആ മുദ്രയിലേക്ക്. ഇന്ന് മുദ്രയിരിക്കുന്നത് കടലാസ് പേപ്പറിലാണ്, സ്കാൻ ചെയ്യുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ പുറത്താ. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഫോണും കൊണ്ട് പോയാൽ മോനോ മോക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സേഫ്റ്റി പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് മാറ്റും. പിന്നെ അമ്മയുടെ കൈ വെട്ടിക്കൊണ്ട് പോയാലേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അപ്പന്റെ കൈ വെട്ടിക്കൊണ്ട് പോകണം, തല വെട്ടിക്കൊണ്ട് പോകണം. അത് പ്രയാസമാ. സേഫ്റ്റി പറഞ്ഞായിരിക്കും വെക്കുന്നേ. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പലരും പറഞ്ഞിട്ടില്ലേ, എന്തു ഇത്ര ദേഷ്യം, വിശന്നിട്ടാടോ, കൊടുക്കുമല്ലോ. ചിലർ പറഞ്ഞിട്ടില്ലേ, വിശന്നാൽ എനിക്ക് കണ്ണ് കാണത്തില്ല, എന്തല്ലോ കഴിക്കാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഒന്നും മേടിക്കാൻ പറ്റില്ല, വയറ് വിശക്കുന്ന ഒരു കാലത്തിലേക്ക് വരും. ദൈവത്തിന്റെ വചനം പറയുന്നത്, പണിക്കാരന്റെ വിശപ്പാണ് അവനെ കൊണ്ട് പണിയിരിക്കുന്നത്, അല്ലാണ്ട് പണിയാനുള്ള താല്പര്യം കൊണ്ടല്ല അവൻ പണിയുന്നത്. പലപ്പോഴും സ്ത്രീകൾ വ്യഭിചാരത്തിന് പോകുന്നു. പലപ്പോഴും അന്വേഷിക്കും മനസ്സിലായി, അവർ വയറിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയാ, അല്ലാണ്ട് അതിന് താല്പര്യം ഉണ്ടായിട്ടല്ല. അപ്പോ മനുഷ്യന്റെ വയറ് വിശന്നാൽ മനുഷ്യൻ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യും. ഇതാണ് പിശാച് ദൈവത്തോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം. യോബിന്റെ പുസ്തകത്തിൽ ദൈവത്തോട് പറഞ്ഞു കൊടുക്കുക, മനുഷ്യൻ തന്റെ ജീവന് പകരം എന്തും വെച്ച് കളയും. ജീവന് പകരം എന്തും വെച്ച് കളയും. ഭക്ഷണം കഴിച്ചില്ല, ജീവൻ പോവും. അവൻ എന്തും വയ്ക്കും. ദൈവം പറയുന്നു, മുദ്ര എടുക്കരുത്, എടുത്താൽ നീ തീപ്പൊയ്കയിലേക്ക് പോകും. ഇതാണ് ദൈവത്തിന്റെ വചനം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ 9 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബൈബിളിൽ അത് നിങ്ങളുടെ ചർച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭ കാണിച്ചു തരണം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുന്ന സന്ദേശമാണത്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യ സന്ദേശം എന്ന സുവിശേഷം ഈ ലോകത്തെല്ലാവരും പ്രസംഗിക്കപ്പെടും. അതോടുകൂടെ ഈ സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ ഓൺലൈൻ മീഡിയയിലൂടെ ഇത് ലോകത്തെല്ലാവരും എത്തിക്കഴിഞ്ഞു, എല്ലാ മണ്ഡലം എത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് മനുഷ്യനനുസരിച്ചില്ലെങ്കിലും ദൈവം കഴിഞ്ഞ 30-35 വർഷമായി ടെക്നോളജി വർദ്ധിപ്പിച്ചത്. ഇന്ന് എല്ലായിടത്തും എത്തുകയാണ്. മത്തായി 24:14 പ്രകാരം ദൈവത്തിന്റെ വചനം പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കപ്പെടും. അതോടെ യുഗം തീരുന്നത് ഒരു പരീക്ഷയോടു കൂടെ ആയിരിക്കും, ടെസ്റ്റോടു കൂടെ ആയിരിക്കും, ഒരു പ്രളയത്തോടു കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാക്കുക. വായിച്ച് 24:14. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. കേട്ടോ, അതാണ് സിലബസ്. അതാണ് നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കേട്ടോണ്ടിരുന്നത്. രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലാവരും പ്രസംഗിക്കപ്പെടും.
അതിനുവേണ്ടിയാണ് ദൈവം ടെക്നോളജി വർദ്ധിപ്പിച്ചത്. ഇത് ഇവിടെ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സന്ദേശം ഇതാ ഈ ഓൺലൈനിലൂടെ എല്ലായിടത്തും ചെല്ലുകയാണ്. സൺഡേ ആകുമ്പോൾ ഇതിന്റെ ട്രാൻസ്ലേഷൻ കയറി വരും, ഇംഗ്ലീഷ് ഹിന്ദി കൂടി കയറി വരും, എല്ലായിടത്തേക്കും എത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതോടെ യുഗം തീരുമെന്ന സാക്ഷാൽ യേശു കർത്താവ് പറയുന്നത് മത്തായി 24:14. അതാണ് സിലബസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ, സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ എക്സാം നടക്കും എന്നതുപോലെ ലോകത്തെല്ലാവരും സിലബസ് കൊടുക്കും. എത്ര സ്ഥലത്താന്ന് എഴുതിയേക്കണം ഒരു വായിച്ചേ? ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഇതാ ഇപ്പൊ ഇന്റർനെറ്റ് മീഡിയ ഓൾമോസ്റ്റ് ഭൂലോകത്ത് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും അറിയിക്കുക, സാക്ഷ്യമായിട്ട് അറിയിക്കുന്നേ. നിനക്ക് വേണമെങ്കിൽ മാറാം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് ടെസ്റ്റാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ ഇതേ ഓൺലൈനിലൂടെ തന്നെ ലോകത്തെല്ലാം ടെസ്റ്റ് നടക്കും. അതാണ് ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്, ആന്റി ക്രൈസ്റ്റിന്റെ മുദ്ര. ഈ QR കോഡ് വർക്ക് ചെയ്യണ ഏത് കൂടെ എന്നറിയോ? ഇതേ നെറ്റ്വർക്കിൽ കൂടെയാ, ഇതേ ഓൺലൈൻ മീഡിയയിലൂടെയാണ് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. അതിലൂടെയാണ് QR കോഡ് വർക്ക് ചെയ്യുന്നത്. അതിലൂടെയാണ് മുദ്ര വർക്ക് ചെയ്യുന്നത്. എന്തിലൂടെയാണ് ഇതെല്ലാം അവിടെ ലോകം മുഴുവൻ എത്തിക്കുന്നത്? അതിലൂടെ തന്നെ ദൈവം ടെസ്റ്റ് പഠിക്കും. ഹല്ലേലൂയ. അതാണ് നമുക്ക് കാണാൻ കഴിയാവുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും. സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. വായിച്ചോ. സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകും. ഇത് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടായിട്ട് നിങ്ങൾ ഇത് ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എങ്കിൽ ഇത് മനസ്സിലാക്കാനാണ് ദൈവം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് തന്റെ പുത്രനായ ക്രിസ്തുവിന് ഇത് കൊടുത്തത്. ക്രിസ്തു യോഹന്നാന് കൊടുത്തത്. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിന്റെ സന്ദേശമല്ല. ഇത് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഇത് സ്വർഗസ്ഥ പിതാവ് നമുക്ക് തരുന്ന സന്ദേശമാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. സ്വർഗസ്ഥ പിതാവ് നമുക്ക് തരുന്ന സന്ദേശമാണ്. ഇതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. പിതാവ് പുത്രനിൽ സന്ദേശം കൊടുക്കുന്നു, എല്ലാം തന്റെ ആത്മാവിലൂടെ. അതിന്റെ 1:1 വായിച്ച്. വെളിപ്പാട് 1:1. വെളിപ്പാട് യേശു ക്രിസ്തുവിന് ഉണ്ടായ വെളിപ്പാടാണ്. ആര്? പിതാവ് കൊടുക്കുന്ന വെളിപ്പാടാണ്. വായിക്കുക. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശു ക്രിസ്തുവിന് കൊടുത്തു. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം അത് യേശു ക്രിസ്തുവിന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാൻ ആരെ കാണിക്കാൻ? തന്റെ ദാസന്മാരെ നമ്മളെ കാണിക്കാനാ തന്നത്. പക്ഷേ ഇന്ന് പിശാച് അത് മറച്ചു വയ്ക്കുക. നമ്മളെ കാണിക്കാനാ തന്നേക്കണേ. എന്നാ നമ്മൾ കാണാത്തെ? കാരണം നല്ലൊരു പങ്ക് സഭകളും പിശാച് മൂടി, അവന്റെ ആളുകളെ കയറി മൂടി. നമ്മൾ കാണുന്നില്ല. നിങ്ങൾ വായിച്ചത് ബൈബിളാ. 1-ാം അധ്യായം 1-ാം വാക്യാ പറഞ്ഞത്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് അനിൽ അറിയാൻ, ബൈജു അറിയാൻ, ബാബു അറിയാൻ, സരുൺ അറിയാൻ, മേരി അറിയാൻ, ഷാജി അറിയാൻ. ദൈവം അത് ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തു വിശ്വസ്തനാ. ക്രിസ്തു അത് കൊടുക്കാൻ വേണ്ടി തന്റെ അപ്പോസ്തലനായ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. യോഹന്നാൻ സഭകൾക്ക് അത് കൊടുത്തു. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. താഴേക്ക്. യേശു ക്രിസ്തു അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. കണ്ടോ? യോഹന്നാന് അത് യേശു ക്രിസ്തു കൊടുത്തു. എന്തിനാണ്? സഭയ്ക്ക് തരാൻ. യോഹന്നാൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ശരിക്കും അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ സന്ദേശമാണിത്. ഹല്ലേലൂയ. 2 കൈ മറിഞ്ഞിങ്ങ വന്നേ ഉള്ളൂ. ഒന്ന് യേശുവിന്റെ കയ്യ്, ഒന്ന് യോഹന്നാന്റെ കയ്യ്. 2 കൈ മറിഞ്ഞിങ്ങ വരികയാ. യേശുവിന്റെ ഡ്യൂട്ടി ഇത് സാക്ഷീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് സാക്ഷീകരിക്കുക എന്നുള്ളതാ അത്യുന്നതനായ ദൈവത്തിന്റെ ഈ സന്ദേശം സാക്ഷീകരിക്കുക. ഇത് വെളിപ്പാട് പുസ്തകം അതിന്റെ 22-16 വായിച്ച്. ഇത് തീരുവാണ്ടോ? ആ സന്ദേശം, ആ ലെറ്റർ തീരുകയാ, സന്ദേശം തീരുക. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ. അപ്പോ യേശു എന്ത് ചെയ്യുക? സഭകൾക്ക് വേണ്ടി ഇത് നിങ്ങളോട്
സാക്ഷീകരിക്കുക. എന്റെ പിതാവ് തന്നത് എല്ലാ സഭകൾക്കും വേണ്ടി സാക്ഷീകരിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം യേശു ഒപ്പ്. ഫിനിഷ്. അപ്പൊ ഇത് മുഴുവൻ ആർക്കുള്ളതാ? നമുക്കുള്ളതാ. മനസ്സിലായോ? ഇത് മുഴുവൻ നമുക്കുള്ളതാ. പക്ഷെ നമ്മളിത് കേൾക്കുന്നില്ല. ഇത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം. അതിലാണ് നമ്മളോട് പറയുന്നത്, മക്കളെ ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട്. ലോകത്തിൽ എക്കോണമിയിൽ നിങ്ങളെ പുറത്താക്കും. ആ പുറത്താക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇതാ വെളിപ്പാട് പുസ്തകം 14:9 മുതൽ വായിച്ച്. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നിങ്ങൾക്ക് ചെയ്യുക. അവിടെ പറയാണ്, നീ മുദ്ര എടുത്താൽ നീ ദൈവകോപത്തിന്റെ പാത്രത്തിലേക്ക്. അല്ല കേട്ടോ, വായിച്ചു കേട്ടോ, ഇവിടെ ഉള്ളവരൊക്കെ കേട്ടോ. മുദ്ര എടുത്താൽ ദൈവകോപമാണ്, മുദ്ര എടുത്തില്ലയോ ദൈവസ്നേഹമാണ്. മുദ്ര എടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. പക്ഷെ മുദ്ര എടുത്തില്ലെങ്കിൽ വിൽക്കാനും വാങ്ങാനും ഒന്നും പറ്റില്ല, വയറു വശക്കും. പ്രശ്നമായില്ലേ? ആള് ധർമ്മസങ്കടത്തിലായില്ലേ? ഹല്ലേലൂയ. അപ്പൊ ദൈവം ഇത് മനസ്സിലാക്കിയാണ് നേരത്തെ പറയുന്നത്. എന്തിനാ നേരത്തെ പറയുന്നത്? നീ ഒരുങ്ങാനാ. അപ്പോ ഇതൊന്നും ഇല്ല എന്ന് മിണ്ടാതെ നീ ഇതൊന്നും അറിയാതിരിക്കുവാണെങ്കിൽ നിന്റെ എന്താ ചെയ്യണേ? ചതിക്കുമല്ലേ? ഇതാ പറയുന്ന, ആര് ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. യേശുക്രിസ്തു എന്ന സഭയെ ചേർക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം സംഭവിക്കണം. വിശ്വാസമുള്ള വിശ്വാസിന് പോകും. ഈ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ആള് വന്നിട്ട് ഇതാ ഈ മുദ്ര റിലീസ് ചെയ്യും. വിൽക്കാനും വാങ്ങാനും ഈ മുദ്ര ഇല്ലാതെ പറ്റത്തില്ല എന്ന് മുദ്ര റിലീസ് ചെയ്യും. അപ്പോ നീ ഈ മുദ്ര എടുക്കാതിരിക്കാതെ കോണം നീ ഈ വചനത്തെ വിശ്വസിച്ച് നീ ഒരുങ്ങണം. ഹല്ലേലൂയ. കേട്ടോ? അല്ല, നിന്നോടൊന്നും മിണ്ടുന്നില്ല. ചുമ്മാ 3 പാട്ട് യേശുസ്തുതി, ആണുങ്ങളുടെ ഭാഗത്ത് നാളെ പ്രാർത്ഥിച്ചു, പെണ്ണുങ്ങളുടെ ഭാഗത്ത് നാളെ പ്രാർത്ഥിച്ചു, സങ്കീർത്തനം, കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് നീ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും നീ തിരിച്ച് അറിയത്തില്ല. അപ്പോഴപ്പോഴുള്ള ഭക്ഷണം നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ദൈവകോപത്തിന്റെ പാത്രത്തിൽ വീഴും താഴേക്ക്. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. മുദ്ര എടുത്താൽ നേരെ അങ്ങോട്ട് പോകും, തീപ്പൊയ്കയിലേക്ക് പോകും. അറിയേണ്ടത് അറിഞ്ഞല്ലോ അല്ലേ? മുദ്ര എടുത്താൽ നേരെ തീപ്പൊയ്കയിലേക്ക് പോകും. പ്രിയ മക്കളെ, എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. വിശുദ്ധ ബൈബിളിലെ ദൈവം ക്രിസ്തുയേശുവിലൂടെ ഇതാ നമുക്ക് തരുന്ന സന്ദേശമാണ്. ഹല്ലേലൂയ. മുദ്ര എടുത്താൽ നീ തീപ്പൊയ്കയിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പോഴാണ് സഭകളും എന്ന് പറയണത്, പലരും വീണുപോയവരും എന്ന് പറയണത്, ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഇവിടുന്നങ്ങ് പോകും. തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നു അതിന്റെ 12-ാം വാക്യത്തില്, ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? സഭ ഇവിടെ തന്നെ ഉണ്ട്. ദൈവകൽപ്പനയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹനം കൊണ്ട് ഇവിടെ ആവശ്യം. മുദ്ര റിലീസ് ചെയ്യുന്ന സമയത്ത് ദൈവകൽപ്പന അനുസരിക്കുന്നവൻ ഇവിടെയുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവൻ ഇവിടെ ഉണ്ട്. അവരുടെ സഹനം കൊണ്ട് ഇവിടെ ആവശ്യം. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെ ഒന്ന് നോക്കുക. ഹല്ലേലൂയ. ദൈവകൽപ്പന അനുസരിക്കുന്നവൻ ആരാരെ? കള്ളുഷാപ്പിൽ നിന്ന് കള്ളുപിടിക്കുന്നവന്? യേശുവിൽ വിശ്വസിക്കുന്നവൻ? അവൻ വിചാരശാലയിൽ നിന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവന് അല്ല. സഭയിൽ ദൈവത്തെ ആരാധിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവനാണ് അവൻ. അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതാ വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന ആരുടെ? വിശുദ്ധന്മാരുടെ. അവരാരെ വിശ്വസിക്കുന്നു? യേശുവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. അവരുടെ സഹനം കൊണ്ട് ഈ സമയത്ത് ഇവിടെ ആവശ്യം. എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. വിശുദ്ധ ബൈബിൾ പറയുന്ന കാര്യം പറയണേ. ഹല്ലേലൂയ. ഒരു ചെറിയൊരു പീരീഡ് വൃദ്ധന്മാർ നിമിത്തം ആ പീരീഡ് ചുരുക്കിയിട്ടിരിക്കുന്നു. ഒരു ചെറിയൊരു പീരീഡ് നമ്മൾ അതിലൂടെ കടന്നു കയറണം. എന്തിനാണെന്നറിയാമോ? നമ്മളെ ദൈവം ഉപദ്രവിക്കുകയൊന്നുമല്ല, നമ്മളുടെ സ്നേഹം ദൈവത്തോടാണ് തെളിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാം ഏത് സമയത്തും. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഹല്ലേലൂയ. ഇതാ യേശുക്രിസ്തു പറഞ്ഞ, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവനെ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ
ഉയർത്തും. ഇനി നോക്കിയേ, 2-3 പേരുടെ സാക്ഷ്യമൊഴി ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവകൽപ്പന യേശുങ്ങളെ വിശ്വാസം കാത്തുള്ള വിശുദ്ധന്മാരുടെ സഹനം കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പൊ ഇത് ഞാനും പറഞ്ഞ ഉടനെ അവർ പറയൂ, ഇത് എതിർകാര് പറയും, അത് യഹൂദന്മാരാന്ന്. അവിടെ എഴുതിയിട്ടുണ്ട് യഹൂദന്മാരാന്ന്. ക്രിസ്തയേശുവിൽ യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല. ഹല്ലേലൂയ. ദാസനെന്ന് സ്വതന്ത്രനെന്നുമില്ല. ഇന്ന് സഭകൾ വ്യക്തതയോടെ തിരിച്ചറിയണം, ദൈവം നമ്മളെ പരീക്ഷിക്കും, ടെസ്റ്റ് ഇടും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് ദൈവക്രോധമല്ല, ദൈവസ്നേഹമാണ്. ഈ ടെസ്റ്റിലൂടെ കടന്ന് ദൈവക്രോധം വേറെ ഉണ്ട്. ദൈവക്രോധം ഭൂമി കുലുങ്ങും, പാറകൾ ഇടിച്ച് താഴേക്ക് വരും, സൂര്യന്റെ ചൂട് കൂടും, പല പല വ്യാധികൾ വരും. എന്നാൽ ഇതൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. ദൈവമക്കളെ ദൈവം അതിൽ നിന്ന് കാക്കും. മനസ്സിലാക്കുക, ദൈവമക്കൾക്ക് ടെസ്റ്റ് ഉണ്ട്, പരീക്ഷയുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനുസരിക്കുന്നവർക്കാണ് പരീക്ഷ, അനുസരണം കെട്ടവർക്കാണ് ദൈവക്രോധം. ഹല്ലേലൂയ. പരീക്ഷ നിനക്ക് കിരീടം തരാനാ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. എന്നാൽ ആ സമയം തന്നെ ഇതാ അനുസരിക്കാത്ത യഹൂദന്മാരിൽ പലരും അനുസരിച്ച് സഭയോട് ചേർന്നിട്ടുണ്ട്. ആദ്യകാലത്തെ സഭയിലെ വിശ്വാസികൾ മുഴുവൻ യഹൂദന്മാരാ. ഹല്ലേലൂയ. അതിലേക്കാണ് ഇതാ ജാതികളായ നമ്മളും ചേർന്നത്, ഒരു സഭയായി തീർന്നത്. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി, ഒരൊറ്റ സഭയാക്കി സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ സമയത്തും അനുസരിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാരുണ്ട്. അവർ പൂർണ്ണമായും ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഈ ക്രോധ മണ്ഡലത്തിലൂടെ അവരെ കയറ്റിവിടും. ഹല്ലേലൂയ. അതാണ് യാക്കോബിന്റെ കഷ്ടകാലം എന്നറിയപ്പെടുന്ന ഒരു പീരീഡ്. എന്നാൽ ആ സമയത്ത് ആ ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പരീക്ഷയെ ജയിച്ചാൽ നമുക്ക് ജയിക്കുന്നവർക്കുള്ള ആ മണ്ഡലത്തിലേക്ക് മാറിപ്പോകാം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ആരും നിങ്ങളെ ഏതുവിധനെ ചതിക്കരുത്. ദൈവരാജ്യ സുവിശേഷം അറിയിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ വരും. ഹല്ലേലൂയ. സിലബസ് തന്നതിന് ശേഷം ടെസ്റ്റ് ഉണ്ടാകും. എന്തിനാണ്? ദൈവരാജ്യ സുവിശേഷത്തിൽ നിന്റെ എല്ലാം ആരായി മാറും? എനിക്ക് നിങ്ങൾക്ക് ഒന്നുമില്ലാതെയായി മാറും. എല്ലാം ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെതായി മാറും. ലോകത്തിലോ നമുക്ക് പലതും ഉണ്ട്, നമ്മുടെ സ്വന്തമാണ്. ദൈവരാജ്യ സുവിശേഷത്തിൽ ഒന്നും നമ്മുടെ സ്വന്തമായില്ല. എല്ലാം നമ്മുടെ വെൽത്ത് മുഴുവൻ ട്രാൻസ്ഫർ ആകും നമ്മുടെ ഹൃദയത്തിൽ. മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒന്നുമില്ലാതെയാവും. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആരോട് ചോദിക്കും? ഉടമസ്ഥനായ ദൈവത്തോട് ചോദിക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് ട്രാൻസ്ഫർ ആയി, ഒന്നും നമ്മുടേതായിട്ട് ഇല്ല. ഹല്ലേലൂയ. ഈ ദൈവരാജ്യക്കാരായി. അങ്ങനെ ഞാനും നിങ്ങളും ദൈവരാജ്യക്കാർ. ഈ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും, ഓരോ മാംസവും ഒക്കെ ദൈവത്തിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ്റെതായി മാറും. വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യും. എവിടെ? രജിസ്റ്റർ ഓഫീസിലല്ല, നമ്മുടെ ഹൃദയത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൻ്റെതാവും. എന്ത് നടന്നാലും ദൈവത്തെ അറിയിക്കും. എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തോട് ചോദിക്കും. ആ ഹെവൻലി അതോറിറ്റിയുടെ കീഴിലായി ആയിത്തീരും. ഹല്ലേലൂയ. ഇതായോ ഇല്ലയോ എന്ന് അറിയാനാണ് ടെസ്റ്റ് വരുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഗവൺമെന്റ് നമ്മുടെ അന്നം മുടക്കുമ്പോൾ ഈ ഹെവൻലി അതോറിറ്റിയുടെ കീഴിലായാൽ നമ്മുടെ അന്നം ദൈവം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ടാവും. ഹല്ലേലൂയ. പക്ഷെ ഹെവൻലി അതോറിറ്റിയുടെ കീഴിലാണോ അല്ലയോ എന്ന് നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇറക്കി കൊണ്ടുവന്നപ്പോൾ അവരെ ദൈവം പരീക്ഷിച്ചു. ഒരല്പം വിശപ്പിപ്പിച്ചു, അല്പം ദാഹം കൊടുത്തു. ഈ സമയത്ത് പലരും പിറുപിറുത്തു. എന്ത് സംഭവിച്ചതറിയാമോ? ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എന്നാൽ ബാക്കിയുള്ളവർ പട്ടിണി കിടന്ന് ചത്തോ? ഇല്ല. ദൈവം അവർക്ക് മന്ന പൊഴിച്ചു, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, കാടപ്പക്ഷിയെ പാളയത്തിലേക്ക് അയച്ചു. അവർ വിശന്നില്ല, അവരുടെ ചെരുപ്പുകൾ തേഞ്ഞില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. ദൈവം കരുതുന്നവനായി കൂടെ ഉണ്ടാവും. പക്ഷെ ദൈവം ആ മരുഭൂമിയിൽ അവരെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഇതേപോലെ നമുക്കുള്ളൊരു ടെസ്റ്റ് മാത്രമാണിത്. ആ സമയത്ത് ക്രിസ്തു എങ്ങനെ പിതാവിൽ ആശ്രയിച്ചു നിന്നോ? ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. യേശു പറഞ്ഞു, നിങ്ങളെല്ലാം എന്നെ വിട്ട് സ്വന്തത്തിലേക്ക് ഓടിപ്പോകുമോ, പക്ഷെ എങ്കിലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഇതേപോലെ മനസ്സിലാക്കിയോ? ക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആ ക്രിസ്തുവെ അനുഗമിച്ച് ആ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ മക്കൾ യാത്രയാകുകയാണ്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി. ഹല്ലേലൂയ.
പ്രിയമക്കളെ, നിങ്ങൾ ഈ സന്ദേശം ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഇനി ഇവിടെ ഇതിൽ നമ്മൾ എന്താണ് ഇവിടെ പരിഹാരം എന്നൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ധാരാളം സന്ദേശങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ SVGMS സബ്സ്ക്രൈബ് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ പലതും കേൾക്കാൻ പോകരുത്, പലരെയും കേൾക്കാൻ പോകരുത്. ആദ്യം ഉറപ്പിക്കുക, ഇതാണ് സത്യം എന്ന് ഉറപ്പിക്കുക. വിശുദ്ധ ബൈബിളിലെ വചനം നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നിട്ട് അത് മാത്രം കേൾക്കുക. വേറെ പലതും കേട്ടാൽ നിങ്ങൾ കൺഫ്യൂഷനിലേക്ക് പോകും. കാരണം ഇതിനെതിരെ പ്രസംഗിക്കുന്നവരായിരിക്കും നല്ലൊരു പങ്ക്. ഈ സന്ദേശം നിങ്ങളുടെ പഴയതിലേക്ക് കൊണ്ടുപോവുകയല്ല, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ദൈവഭവനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ നമ്മളുടെ തലവനായി ക്രിസ്തു ഉണ്ടാകും. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ ക്രിസ്തുവെ കൈക്കൊള്ളുന്നു, ക്രിസ്തുവെ കൈക്കൊള്ളുന്നവൻ പിതാവിനെ കൈക്കൊള്ളുന്നു. എല്ലാം ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. ആ അതോറിറ്റി അല്ലെങ്കിൽ ആ ഭരണശ്രേണി, ആ ഹൈറാർക്കി എപ്പോഴും മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായി നിൽക്കുന്നു, ക്രിസ്തു ശരീരമായി നിൽക്കുന്നു, ക്രിസ്തു നമ്മുടെ തലയായി നിൽക്കുന്നു, ക്രിസ്തുവിന്റെ തലയായി സ്വർഗസ്ഥ പിതാവ് നിൽക്കുന്നു. എല്ലാം കൂടെ ഒരു ബോഡിയായി നിലകൊള്ളുന്നു. ഇതാണ് ദൈവരാജ്യ സുവിശേഷത്തിന്റെ ആ ഒരു സ്ട്രക്ചർ. എങ്കിലും നമ്മളെല്ലാം വേറെ വേറെയാണ്. പക്ഷെ നമ്മുടെ മനസ്സ് എല്ലാം ക്രിസ്തുവിന്റെ മനസ്സായി തീരും. പല മനസ്സുകളായി നാം എല്ലാം ക്രിസ്തുവിന്റെ മനസ്സായി, ക്രിസ്തുവിന്റെ ശരീരമായി, ക്രിസ്തു ദൈവത്തിന്റെ ശരീരമായി നിലകൊള്ളുവാനായിട്ട് ഇടയാകും. അങ്ങനെ ദൈവം ചിന്തിക്കുന്നു, അത് ക്രിസ്തുവിനെ കിട്ടുന്നു, ക്രിസ്തു നമുക്ക് തരുന്നു, നമ്മളത് ഭൂമിയിൽ ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറുന്നു. വെളിപ്പാട് പുസ്തകം ശ്രദ്ധിച്ചോ? വെളിപ്പാട് പുസ്തകം ദൈവത്തിന് ചിന്തകൾ ദൈവം ക്രിസ്തുവിന് കൊടുക്കുന്നു, ക്രിസ്തു അത് യോഹന്നാന് കൊടുക്കുന്നു, യോഹന്നാൻ സഭകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ സഭയിൽ ജനത്തിനെത്തി. ഇതുപോലെ. എന്നാൽ ഇത് മറയ്ക്കുന്ന ഒരു വമ്പൻ പൈശാചിക ശക്തിയുണ്ട്. അവനെ നമ്മൾ അനുവദിക്കരുത്. പകരം ഈ കേട്ട വചനം അനുസരിച്ച് ജീവിച്ച് നാം നമ്മുടെ പാത്രത്തെ സ്വന്തമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. Lord, I love you. We give you glory. Thank you, Abba. Thank you. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് കേട്ടപ്പോ ഒരു നിമിഷം കണ്ണു തുറന്നേ. ഇത് കേട്ടപ്പോ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ അവസരത്തിൽ രക്ഷപ്പെടുക? മക്കളെ, നിങ്ങൾ ലോ ഓഫ് ദ സ്പിരിറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക. ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് എസെക്കിയേൽ 36:27. ലോ ഓഫ് ദ സ്പിരിറ്റ് ദൈവമക്കളുടെ പ്രവർത്തന രീതിയാണ്. ദൈവാത്മാവ് നയിക്കുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അതെങ്ങനെയാണ്? ദൈവം പറയുന്നു, ഞാൻ, അതാണ് ദൈവം, എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. അപ്പോൾ അത്യുന്നതനായ ദൈവം, തൻ്റെ ആത്മാവ്, നിങ്ങൾ ദൈവമക്കൾ, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കവറാക്കും. ഒരു ത്രിയേക പ്രവർത്തനമാണ്. അത് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവം അപ്പോഴപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അത് ചെയ്താൽ മതി, നിങ്ങൾ ചെയ്യാൻ പ്രാപിക്കും. ഒരു ജനറൽ റൂൾ ഞാൻ നിങ്ങളോട് പറയാം. ഇന്നലെ സാമ്പത്തികത്തിന്റെ ക്ലാസ് നിങ്ങൾ കേട്ടില്ലേ? മടിയാ, നീ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക. അതെന്താണ്? മഴക്കാലത്ത് ആഹാരം കിട്ടില്ല എന്ന് തനിക്കറിയാം, അതുകൊണ്ട് അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് ആഹാരം ശേഖരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ കൊയ്ത്ത് കാലത്ത് ശേഖരിക്കുന്നത് ഇതാ ആ ആഹാരമില്ലാത്ത സമയത്ത് ഉപകരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഈ സമയത്ത് പറയാണ്, ഈ മുദ്ര വരുന്ന സമയത്ത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇതേപോലൊരു സംഭവമാണ് പഴയ ഉടമ്പടി പുസ്തകത്തിൽ. ഇതാ 7 വർഷത്തെ സമൃദ്ധിയും 7 വർഷത്തെ ക്ഷാമം ഈജിപ്തിൽ വരികയാണ്. ഇതിന് പരിഹാരം എന്തു വേണമെന്ന് അന്വേഷിച്ചപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത ഒരു ജോസഫ് ഉണ്ട്. ആ ജോസഫ് ഫറവോയോട് പറഞ്ഞു കൊടുത്ത കാര്യം ഇങ്ങനെയാണ്: ഇതാ ഈ സമൃദ്ധിയുള്ള സമയത്ത് അതിൽ 1% 20% എടുത്ത് സൂക്ഷിച്ചാൽ ക്ഷാമമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഫറവോ ജ്ഞാനിയായ ഒരാളെ ഇതിനൊക്കെ വിചാരകനാക്കി വെക്കണം. ഫറവോ ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിന്നേക്കാൾ ജ്ഞാനിയായ വേറെ ആരാ ഉള്ളേ? ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്. അപ്പൊ ആരാണ് ജ്ഞാനി? ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവർ. ഹല്ലേലൂയ. അവരുടെ ജ്ഞാനം മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനമാ. ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നേക്കാൾ ജ്ഞാനിയായി വേറെ ആരാ ഉള്ളേ? നീ തന്നെ ഇതിന്റെ ഇൻചാർജായി ഇരിക്കുക. ജോസഫ് പ്രവർത്തിച്ചു, മനോഹരമായി പ്രവർത്തിച്ചു. കളക്ട് ചെയ്യേണ്ടതെല്ലാം കളക്ട് ചെയ്തു. ആ ക്ഷാമ സമയത്ത് ഇതാ ഈജിപ്ത് ക്ഷാമം കൊണ്ട് നശിച്ചില്ലെന്ന് മാത്രമല്ല, അടുത്ത രാഷ്ട്രങ്ങൾക്ക് കൂടെ ഈജിപ്ത് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ടിടയായി. പ്രിയ കുഞ്ഞുങ്ങളെ, തുടർന്ന് നിങ്ങൾ ലോ ഓഫ് ദ സ്പിരിറ്റ് ടാപ്പ് ചെയ്യുക. ഇന്ന് കാണുന്ന ലെവലല്ല, ലോ ഓഫ് ദ സ്പിരിറ്റ് ടാപ്പ് ചെയ്യുക. ദൈവം നിങ്ങളുടെ നേരിട്ട് തൻ്റെ ആത്മാവിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം
ഇനി ഈ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയാനായി. കണ്ടോ, അതാണ് കമ്മ്യൂണിക്കേഷൻ. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോ ഓഫ് ദ സ്പിരിറ്റിൽ വർക്ക് ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാണ്. ആദ്യം നിങ്ങൾ ഇത് അറിയണം. ഇത് അറിയാതെ പിന്നെ നമ്മൾ ആഗ്രഹം പോലും ഉണ്ടാവില്ല. സത്യം നിങ്ങൾ അറിഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. അതിനുള്ള ആഗ്രഹം മക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മനുഷ്യവർഗത്തിൽ അങ്ങ് ചെയ്യുന്ന അനേക ദൈവപുത്രന്മാരെ ഒരുക്കുന്ന ഈ പ്രവർത്തനം ഞങ്ങൾക്ക് മറയപ്പെട്ട് ഞങ്ങളൊരു ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും ഒക്കെ കുരുങ്ങി ഇത് തിരിച്ചറിയാതെ ഇരുന്നു. എന്നാൽ സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പച്ച അങ്ങ് ഞങ്ങൾക്കിത് കാണിച്ച് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ പ്രിയ മക്കൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മക്കളെ അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് ഈ മക്കൾക്ക് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. രാജ്യത്വ സുവിശേഷമാണ് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയെന്നും സർവഭൂമിയും യഹോവയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് എത്തുമെന്നും, എന്നാൽ ഇന്നത് വാഴുന്നത് വീണുപോയ മരിച്ചു പോകുന്ന മനുഷ്യരും അതിന്റെ മുകളിൽ സർവ്വലോകവും പിശാചിനാൽ കിടക്കുന്നുവെന്നും, എന്നാൽ ക്രിസ്തുവിനോടെ അതിനെ വീണ്ടെടുത്ത് ക്രിസ്തു 1000 വർഷം ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാരോട് കൂടെ വാഴുമെന്നും, അതിനുശേഷം സകല വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം മാറ്റി എല്ലാ ശത്രുക്കളെയും മരണത്തെയും നീക്കി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന സമയത്ത് ഈ കിങ്ഡം യേശു ക്രിസ്തു പിതാവിനെ ഏൽപ്പിക്കുകയും പിതാവിന്റെ ഭരണത്തിന്റെ കീഴിൽ താനും കീഴടങ്ങിയിരിക്കുമെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ നായകനായി, ദൈവത്തിന്റെ ഏകജാതനായി, ഇപ്പോൾ ആദ്യജാതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ യേശുവിന്റെ സഹോദരങ്ങളായി ഞങ്ങളെ മുൻ നിയമിച്ചുവെന്നും ആ യേശുവിന് അനുരൂപമായി തീരുവാൻ അങ്ങനെ ഞങ്ങളെ മുൻ നിയമിച്ചു, അതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നുവെന്നും യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവോട് പൂർണ്ണമായ അനുരൂപരാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പഴയ സൃഷ്ടിപ്പ് ഭൂമിയിൽ നിന്നുള്ള ജഡരൂപമാണ് എന്നും, എന്നാൽ ഞങ്ങളുടെ പുതിയ സൃഷ്ടിപ്പ് സ്വർഗത്തിൽ നിന്നുള്ള ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ആത്മരൂപമാണെന്നും ദൈവാനുരൂപമാണെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ മക്കളെ ഏവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് തിരിച്ചറിയുവാൻ ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവാന് തലയോളം വളരുവാൻ സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുവാൻ മക്കളെ അവരെ സഹായിക്കണം. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ശുശ്രൂഷിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഇനി ശുശ്രൂഷിക്കാൻ പോകുന്ന മകനായി സ്തോത്രം. ക്യാൻഡർ ശുശ്രൂഷിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഗാനം പാടുന്ന മക്കൾക്കായി സ്തോത്രം. സാക്ഷ്യം പറയുന്ന ബൈബിൾ വായിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഇതിന്റെ പുറകെ രഹസ്യവും പരസ്യവുമായി പ്രവർത്തിക്കുന്ന മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദുഷ്ടൻ ഒരു വ്യക്തിയെ പോലും തൊടാതെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച് അങ്ങത് പൂർത്തിയാക്കാൻ വിശ്വസ്തനാകയാൽ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുകയാണ്. അങ്ങയുടെ ആത്മാവിന്റെ തേജസ്സിനാൽ അങ്ങയുടെ മക്കളെ മൂടണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ മൂടണമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെ അങ്ങയുടെ ആത്മാവിന്റെ പതപ്പിനാൽ ഈ സന്ദേശത്തെ മക്കളുടെ ഹൃദയത്തിൽ അങ്ങ് ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകാതെ അങ്ങ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ അത്ഭുതകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദ കാഴ്ചവർദ്ധയിൽ ഇപ്പോഴും തുടർന്ന് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സൗഖ്യവും ദൈവത്തിന്റെ അനുഗ്രഹവും നിത്യം ഉണ്ടാകുമാറാകട്ടെ. ഇവർ ഏവരും ദൈവരാജ്യം എന്ന ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി കൂട്ടവകാശികളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹീതരായി മാറട്ടെ. ഞാൻ അയച്ച വചനം അത് വെറുതെ മടങ്ങി വരാതെ അയച്ച കാര്യം സാധിക്കുന്നതാകിയ ഈ വചനത്തെ ഇപ്പോൾ ഈ ഹോളിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലേക്ക് അയക്കുകയാണ്. സർവേശ്വരന്റെ നാമം മഹത്വപ്പെടട്ടെ.
എമ്മേൻ എമ്മേൻ എമ്മേൻ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഭക്ഷണം കഴിച്ച് അടുത്ത ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം ഏവരെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.